ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ നിരവധി ആൾക്കാർ വരുമ്പോഴും എതിർഭാഗത്തുള്ളത് CPM-കാരാണെങ്കിൽ അവരുടെ സൗകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരു ലോക്കൽ സെക്രട്ടറി വന്നാൽ പോലും ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ അത്തരത്തിൽ ഒരു മേയർ വരുമ്പോൾ എന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്നത്? തിരുവനന്തപുരത്തെ പോലീസ് സംവിധാനം മുഴുവൻ CPM-ൻ്റെ ചൊൽപ്പടിക്കനുസരിച്ച് നിൽക്കുകയാണ്. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന് നീതി പോലീസിൽ നിന്ന് ലഭ്യമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം ഈ നഗരം ഭരിക്കുന്നതും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും CPM-ആണ്. എതിരാളികളെ മുഴുവൻ ഏത് രീതിയിലും ആക്രമിച്ചും നശിപ്പിക്കുക എന്നുള്ളത് CPM-ൻ്റെ ഒരു ശൈലിയാണ്. തങ്ങൾ കാണിച്ച ഒരു തെറ്റ് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നഗരഹൃദയത്തിൽ മുഴുവൻ ഗുണ്ടായിസമാണ് മേയറും ഭർത്താവും ഒക്കെ ഇന്നലെ നഗരത്തിൽ കാഴ്ചവെച്ചത്. അത് പരാതിപ്പെട്ടപ്പോൾ ചെറുപ്പക്കാരനെതിരെ അതിഗുരുതരമായ പരാതിയാണ് മേയർ വനിത എന്നുള്ള നിയമപരമായ ആനുകൂല്യം ദുരൂപം ചെയ്തുകൊണ്ട് പറയുന്നത്. നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ ബോർഡ് വയ്ക്കാറുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇപ്പോൾ KSRTC ബസ്സിലൊക്കെ ഒരു ബോർഡ് വയ്ക്കണം, മേയറുണ്ട് സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഒരു ഗതികെട്ട സംവിധാനമായി തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണസമിതിയും മേയർമാർ കഴിഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ട ഒരു മേയർ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊട്ടതിലെല്ലാം അഴിമതി, തൊട്ടതിനെല്ലാം തർക്കുത്തരം, കൗൺസിലിൽ സംസാരിക്കാൻ കഴിയില്ല. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ നടക്കുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വികാരവതിയായി മേയർ ചോദിച്ചു, എന്തേ നിങ്ങൾ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് എനിക്ക് പറ്റിയ ഈ പ്രശ്നമൊന്നും അന്വേഷിക്കാത്തത്? ഞങ്ങളുടെ കൗൺസിലർ ഗായത്രിയോട് മേയർ പറഞ്ഞത് ഈ ചോദ്യമാണ്. തിരിച്ച് കൗൺസിലർ ഗായത്രി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മേയറെ പല വട്ടം ഫോൺ ചെയ്തിട്ടുണ്ട്, നാളിതുവരെ ഞങ്ങളെ ഒരു പ്രതിപക്ഷ കൗൺസിലറുടെ ഒരു ഫോൺ പോലും എടുക്കാൻ മേയർ എന്തേ തയ്യാറാകാതിരുന്നത്? അങ്ങനെ തങ്ങളുടെ സഹപ്രവർത്തകരോട് പോലും നിഷേധാത്മകമായ ധാർഷ്ട്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മേയർ പാവപ്പെട്ടവനും സാധാരണക്കാരനുമായി ഒരു തൊഴിലാളിയോട് ഇങ്ങനെ പെരുമാറിയതിൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, തിരുവനന്തപുരം നഗരവും റോഡുമൊന്നും CPM-ൻ്റെ അപ്പൻ്റെ വകയില്ല എന്ന് മേയറും കുടുംബവും വ്യക്തമായി ഓർമ്മിക്കണം. ഈ നാട് പൊതുജനത്തിൻ്റെതാണ്, ഈ റോഡും നഗരവും പൊതുജനങ്ങളുടേതാണ്. പൊതുജനം നികുതി കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ മേയർ AC കാറിൽ ചുറ്റിത്തിരിയുന്നത്. അല്ലാതെ മേയറുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടല്ല മേയറുടെ കാർ ഓടുന്നത്. സ്വകാര്യ കാർ കുറുകയിട്ടുകൊണ്ട് നഗരത്തിൽ വലിയ ഗുണ്ടായിസം കാണിക്കാൻ CPM-ൻ്റെ ഒരു മേയർക്ക് കഴിഞ്ഞെങ്കിൽ CPM-ൻ്റെ താഴെത്തട്ടിലുള്ളവർ എന്തെല്ലാം അതിക്രമങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരോട് കാണിക്കുമെന്ന് നമ്മൾ കരുതിയിരിക്കണം. ഇത് CPM-ൻ്റെ ശൈലിയാണ്. എതിരാളികളെ അവർ ഇങ്ങനെയാണ് നേരിടുന്നത്. കൗൺസിൽ ഹാളിൽ പോലും കൗൺസിലർമാരോട് പോലും ഒരു സഹവർത്തിത്വം ഇല്ലാത്ത മേയർ ഈ നാടിന് മുഴുവൻ അപമാനമാണ്. ഇവർ ഈ സാധാരണക്കാരായ ഈ ചെറുപ്പക്കാരനോ, എനിക്ക് ഈ ചെറുപ്പക്കാരനെ നേരിട്ട് കണ്ട് പരിചയമില്ല, അയാളുടെ രാഷ്ട്രീയത്തെ പറ്റി എനിക്ക് അറിയില്ല. ഈ ചെറുപ്പക്കാരന് വരും ദിവസങ്ങളിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഏത് വിധേനയെങ്കിലും ഈ ചെറുപ്പക്കാരനെ CPM-ൻ്റെയും മേയറുടെയും ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്നോ അയാൾ പോയപ്പോൾ ടിപ്പർ തട്ടിയെന്നോ ഒക്കെ ഈ മേയറും CPM-ഉം ഒക്കെ വിശദീകരിക്കും. കാരണം ഈ പാർട്ടി ഇങ്ങനെ എതിരാളികളെ ആക്രമിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ഈ ചെറുപ്പക്കാരൻ ഒരു പരാതി കൊടുത്തല്ലോ, എന്ത് നടപടി പോലീസ് സ്വീകരിച്ചു? കേസെടുക്കണ്ടേ പോലീസ്? ഒരാൾക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായ നിയമപരീക്ഷ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായി താൽക്കാലികമായി ജോലി ചെയ്യുന്നെങ്കിലും അയാൾ KSRTC-യിലാണ് ജോലി ചെയ്യുന്നത്. എന്തേ പോലീസ് നടപടി സ്വീകരിക്കാത്തത്? സാധാരണക്കാരായ അല്ലെങ്കിൽ ഒരു KSRTC ഡ്രൈവർക്ക് നേരെ ഏതെങ്കിലും ഒരു അതിക്രമം ഉണ്ടായാൽ, വാഹനം തടഞ്ഞാൽ എങ്ങനെയാണ് പോലീസ് നിയമ നടപടി സ്വീകരിക്കുക? ഒരു സമരത്തെ തുടർന്ന് ഒരു ബസ് തടഞ്ഞാൽ എന്താണ് പോലീസിൻ്റെ നടപടി? അപ്പോൾ ഇതൊന്നും പോലീസിന് അറിയാഞ്ഞിട്ടല്ല, CPM-ൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും കർക്കശമായ സമ്മർദ്ദം പോലീസിന് മുകളിലുണ്ട്. തിരുവനന്തപുരം മേയർക്ക് വേണ്ടി കുഴലൂത്ത് നടക്കുകയാണ് കേരളത്തിലെ കണ്ടോൺമെൻറ് പോലീസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കണ്ടോൺമെൻറ് പോലീസ് എപ്പോഴും CPM-ന് വിടുവേല ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന് യദുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹത്തിന് നീതി ലഭ്യമാണെങ്കിൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.